അതിശക്തമായി ആഗ്രഹിക്കുക. ബേണിംഗ് ഡിസയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത് കത്തുന്ന ആഗ്രഹമാണ്. കത്തുന്ന ആഗ്രഹത്തിൻ്റെ മുന്നിൽ ഒന്നും തന്നെ തടസ്സമായി നിൽക്കില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്, പല വ്യക്തികളുടെയും ജീവിതത്തിൽ വിജയത്തിൻ്റെ പിന്നിൽ കത്തുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു ചെറിയ ആഗ്രഹമാണെങ്കിൽ അതൊരു പക്ഷേ ലഭിക്കാതെ പോകും. എന്നൊരു വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിലോ അവരൊരിക്കലും അവരെ തടയാൻ ആരെക്കൊണ്ട് സാധിക്കില്ല എന്നല്ല. അതുകൊണ്ട് തന്നെയാണ് കൊളംബിയൻ സിംഗറായിട്ടുള്ള ഷക്കീറ എന്ന് പറയുന്ന പാട്ടുകാരി, വക്ക വക്ക എന്ന് പറയുന്ന പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ കൊളംബിയൻ സിംഗറായിട്ടുള്ള 10-16 വയസ്സുള്ള സമയത്ത് തന്നെ ആ പെൺകുട്ടിയെ കളിയാക്കി വിട്ടുള്ളതാണ്. പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരും അതുപോലെ തന്നെ നാട്ടിലെ ആളുകളൊക്കെ തന്നെ ഈ പെൺകുട്ടി പാട്ടുപാടി നടക്കുമ്പോൾ, നാട്ടുംപുറത്ത് പാട്ടുപാടി നടക്കുമ്പോൾ അവരൊക്കെ കളിയാക്കി, നിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആട് കരയുന്ന പോലത്തെ ശബ്ദമാണ്, ഈ ശബ്ദം വെച്ചുകൊണ്ട് എങ്ങനെ നിനക്കൊരു നല്ല പാട്ടുകാരിയാകാൻ സാധിക്കുന്നുണ്ട് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചു വിട്ട പെൺകുട്ടി. പക്ഷെ അവർക്കറിയില്ലായിരുന്നു ഈ പെൺകുട്ടിയുടെ അത്രമാത്രം കത്തുന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. അവളുടെ മനസ്സിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കത്തുന്ന ആഗ്രഹത്തിൻ്റെ പിടുത്തത്തിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും അവിടെ ഒരു തടസ്സമായി മാറിയില്ല. അവൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്തു. കാരണം അവൾ അത്രമാത്രം കത്തുന്ന ആഗ്രഹമായിട്ട്, ബേണിംഗ് ഡിസയറുമായിട്ടാണ് പാട്ടുകാരിയാവണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിരുന്നത്. അവൾ ആവുക തന്നെ ചെയ്തു. അത് വെറുമൊരു രാജ്യത്തിൻ്റെ പാട്ടുകാരിയല്ല, ലോകത്തിൻ്റെ പാട്ടുകാരിയായി മാറിയിരുന്നത്. അപ്പോൾ കത്തുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.